പലപ്പോഴായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണല്ലേ ഈ റോഡ് സൈഡിലും അതുപോലെ വീട്ടു പരിസരങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ടാവുന്ന സ്മോക്ക് അഥവാ പുക ശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസും ചുമയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് കാരണം ഈ സ്മോക്കിൽ അടങ്ങിയിരിക്കുന്ന ചില രാസവസ്തുക്കൾ, കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. അത് ഏതൊക്കെയാണ്, അവരുണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് വൺ പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അതൊരു പോയിസണസ്, വളരെയധികം പോയിസണസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് കേട്ടോ. ഇത് ചെറിയ രീതിക്ക് നമ്മുടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തലവേദന, തലകറക്കം, അതുപോലെ ഓർമ്മക്കുറവ് പോലുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ വലിയ തോതിൽ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ വരുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. ഓക്കെ, ഹൃദ്രോഗങ്ങൾ അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ കാരണം ഈ ഒരു സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ആൻഡ് തേർഡ് വൺ പറയുന്നത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്. ഇതും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ഉണ്ടാക്കുന്നത്. ദെൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ അഥവാ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ, ഈ കത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇല്ലേ, അതാണത്. ഇവരുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കണ്ണിനും അതുപോലെ തന്നെ തൊണ്ടയ്ക്കൊക്കെ ചെറിയ ചൊറിച്ചിൽ, അതുപോലെ തന്നെ അലർജി, ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ലങ് ക്യാൻസറിന് വരെ കാരണമാവുന്നുണ്ട്. അതുപോലെ ക്യാൻസർ ഉണ്ടാക്കുന്ന മറ്റൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഡയോക്സിനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കെമിക്കൽ സബ്സ്റ്റൻസസ് അടങ്ങിയിരിക്കുന്ന സ്മോക്കാണ് നമ്മൾ ഈ ശ്വസിച്ചു കൂട്ടുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന രാസവസ്തുക്കളും അവരുണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസും മനസ്സിലായില്ലേ?